ഫ്രൈഡേ അടക്കം ഒഴിവാക്കുന്നതിന് 2 ലക്ഷം രൂപ വെച്ച് നൽകണം, അത് ബന്ധപ്പെട്ടവർക്ക് കൊടുക്കാനാണ് എന്നാണ് പറയുന്നത്. അത് കേട്ടിരുന്നു. അതുകൊണ്ടാണ് അത് വാർത്തയും കണ്ടിരുന്നു. ഇന്നൊരു പത്രത്തിൽ ഈ വാർത്തയും കണ്ടിരുന്നു. അതിനുശേഷം ചില പത്രപ്രവർത്തക സുഹൃത്തുക്കൾ തന്നെ ആ ശബ്ദരേഖ അയച്ചു തന്നിരുന്നു, അതും കേട്ടിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ കാണാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ അത് വളരെ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിന്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലുമായിട്ടില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൌരവത്തോടെയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും. ഒരു തരത്തിലും അത് വെച്ചുപൊറുപ്പിക്കില്ല. മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക. അതിന്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ. ആ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ. ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പണപ്പിരിവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിലെടുക്കും. ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് കരുതുന്നു. അല്ല, ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇത്? ഈ ശബ്ദരേഖാ കലാപരിപാടി കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള സ്ഥിരം പരിപാടിയാണല്ലോ. അപ്പോ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കട്ടെ. സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണതയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമില്ല. ആരായിരുന്നാലും അതിനെ കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് അറിയാം. അല്ല, അതാ പറഞ്ഞത്, ശക്തമായിട്ടുള്ള നടപടി അക്കാര്യത്തിലെടുക്കും. ബാക്കി എന്ത് നടപടി എന്നുള്ളത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കാം. ഇങ്ങനെ നമ്മൾ മദ്യനയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ലല്ലോ. ഒരു ചർച്ചയും അതിനെ സംബന്ധിച്ച് നടത്തിയിട്ടില്ല. സാധാരണ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടത്താറുള്ളതാണ്. തെരഞ്ഞെടുപ്പായതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്കൊന്നും ഇപ്പൊ കടന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മദ്യനയം വരാൻ പോകുന്ന മദ്യനയത്തിൽ ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ആസൂത്രിതമായിട്ട് എന്ന് ഇപ്പൊ തോന്നുന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തകളുടെയൊക്കെ ഉറവിടം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടെ സർക്കാർ തലത്തിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയും എക്സൈസ് വകുപ്പിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഈ ഫ്രൈഡേ ഒഴിവാക്കണം, അതുപോലെ തന്നെ IT പാർക്കുകളിൽ പബ് ആരംഭിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ IT പാർക്കിന്റേത് കഴിഞ്ഞ മദ്യനയത്തിലുള്ള സമിതി അംഗീകരിച്ചെന്നൊക്കെയുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. തെറ്റായത് നിങ്ങൾ കാര്യം മനസ്സിലാക്കിയതാ തെറ്റ്. IT പാർക്കിന്റേത് കഴിഞ്ഞ മദ്യനയത്തിലുള്ളതാണ്. അത് നിയമസഭാ കമ്മിറ്റിയുടെ അപ്രൂവൽ അതിന് വന്നിട്ടില്ല. അല്ല, അതാ പറഞ്ഞത്, ഇപ്പൊ നിലവിൽ അതില്ലല്ലോ. നിലവിലില്ല. അങ്ങനെ വരാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ചിലർ പണം ചോദിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ ചിലര് ഇപ്പോ പണപ്പിരിവിൽ ഇറങ്ങി പുറപ്പെടുന്നത് ഗൌരവമായി സർക്കാർ കാണുന്നു. അതിനെ ശക്തമായി നേരിടും. ഗൌരവമായി കാണുന്നു എന്ന് പറഞ്ഞാൽ തുടർ നടപടി സ്വീകരിക്കാൻ ഉള്ള അധികാരം സർക്കാരിന് വിട്ടു നൽകുക. അത് ആവശ്യപ്പെട്ടിട്ടില്ലേ എന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ എപ്പോഴും അറിഞ്ഞത്. ഞാൻ ഇതുവരെ ഇവരെന്തുകൊണ്ടാണ് അത് ആവശ്യപ്പെടാത്തതെന്ന് ആലോചിച്ചിരിക്കുന്നു. ബാക്കി പ്രതിപക്ഷം നിയമസഭ തുടങ്ങാൻ പോവാണല്ലോ, അവിടെ വെച്ച് കാണാം. കഴിഞ്ഞ UDF സർക്കാരിന്റെ സർക്കാരല്ല ഈ സർക്കാർ, അതുകൂടി മനസ്സിലാക്കണം. കഴിഞ്ഞ UDF സർക്കാർ ചെയ്തു കൊടുത്ത ആനുകൂല്യങ്ങളും ഇളവുകളും അല്ല കൊടുത്തത്. കഴിഞ്ഞ ഈ ഗവൺമെന്റാണ് കഴിഞ്ഞ മദ്യനയത്തിൽ 5 ലക്ഷം രൂപ ഈ ബാർ ലൈസൻസ് ഫീസ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും വർദ്ധിപ്പിച്ചിട്ടില്ല. അങ്ങനെ 5 ലക്ഷമാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. ഫൈന് UDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നോ? അല്ല, കഴിഞ്ഞ UDF സർക്കാരിന്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഫൈനുണ്ടായിരുന്നു ബാർ ക്രമക്കേടുകൾക്ക്, ബാർ ഉടമകളുടെ ക്രമക്കേടുകൾക്ക്. ഫൈൻ ആദ്യം ഏർപ്പെടുത്തിയത് 1ാം പിണറായി സർക്കാരാണ്. 2ാം പിണറായി സർക്കാരാണ് ഗണ്യമായിട്ടത് വർദ്ധിപ്പിച്ചത്. അപ്പോൾ കർശന നടപടിയാണ്. കഴിഞ്ഞ 6 മാസം കൊണ്ട് 52 ബാറുകൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. 30 എണ്ണത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം നടപടികളൊക്കെ സ്വീകരിക്കുന്നതിൽ കുറച്ച് അസ്വസ്ഥതയുള്ളവരുണ്ടാവും. ഇനിയിപ്പോ ഈ ശബ്ദരേഖ പുറത്തുവിട്ടയാളുടെ ബാറിലും പരിശോധന നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കർശന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെയൊക്കെ അസ്വസ്ഥതയും ചിലപ്പോൾ ഇതിൽ കാണാം. ബാക്കി നമുക്ക് നോക്കാം.
ഏതളവിനാണ് 5 ലക്ഷം ലൈസൻസ് ഫീസ് കൂട്ടിയതാണോ ഇളവ്? അല്ല, അങ്ങനെ സർക്കാർ തീരുമാനിച്ചിട്ടില്ലല്ലോ. അതാ പറഞ്ഞത്. നിങ്ങളെ വിശ്വസിച്ചാണ് ചിലർ പണപ്പിരിവിന് ഇറങ്ങി പുറപ്പെടുന്നത് വേണം മനസ്സിലാക്കാൻ. വാർത്തകളെ വിശ്വസിച്ച്, നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ ഈ വാർത്ത കഴിഞ്ഞ ഒരു മാസമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തകളെ വിശ്വസിച്ചാണ് ഇറങ്ങി പുറപ്പെടുന്നത് എങ്കിൽ കർശനമായ നടപടി അക്കാര്യത്തിലെടുക്കും. സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു ചർച്ചയും ബാർ ഉടമകളായും എന്നല്ല, എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും സർക്കാർ ഇതുവരെ നടത്തിയിട്ടേയില്ല. അത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തിന്റെ ഭാഗം. ഇന്നിപ്പോ ഞാൻ വാർത്ത കണ്ടു, ശബ്ദരേഖ കേട്ടു, ഇത്രയും കാര്യങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, കർശന നടപടി സർക്കാർ സ്വീകരിക്കുന്നതിൽ അസ്വസ്ഥത കാണും ചിലർക്കൊക്കെ. ശരി, ആക്ഷേപങ്ങൾ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, മന്ത്രി ഒരു പരിധി കൂടി മുന്നോട്ട് കടക്കുകയാണ്. കാരണം ഇത് ഗൂഢാലോചനയെങ്കിൽ അതിലേക്ക് അന്വേഷണം നടക്കുമെന്നതാണ് മന്ത്രി എടുക്കുന്ന നിലപാട്. മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും ഒരു കൂടിയാലോചനകളും നടക്കുന്നില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പണപ്പിരിവിന് നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കും. ഇക്കാര്യത്തിൽ എന്ത് നടപടി എന്ന കാര്യത്തിൽ എം പി രാജേഷ് വ്യക്തത വരുത്തിയില്ല. പ്രതിപക്ഷത്തിന്റെ രാജ്യാവശ്യം മന്ത്രി തള്ളുന്നു. എന്തായാലും നിയമസഭയിൽ കാണാമെന്ന വെല്ലുവിളി മന്ത്രിയും നടത്തുന്നുണ്ട്. എന്തായാലും ഈ ബാർക്കോഴ ആരോപണത്തെ സർക്കാർ തള്ളുന്നു. സർക്കാർ അതിനെതിരെ കർശന നടപടികളിലേക്ക് പോകുന്നു എന്നതാണ് നിലവിലുള്ള സാഹചര്യം. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ ആക്ഷേപം തള്ളിയെന്നു മാത്രമല്ല, ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഇതെങ്ങനെ ഉണ്ടായി, പണപ്പിരിവ് നടന്നെങ്കിൽ അത് സംബന്ധിച്ച അന്വേഷണം ഉണ്ടാകുമെന്നതാണ് മന്ത്രി വിശദീകരിക്കുന്ന കാര്യം. അങ്ങനെ നിലപാടെടുത്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. മദ്യനയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മാധ്യമ ചർച്ചകൾ മാത്രമാണ്. മറ്റൊരു തരത്തിലുള്ള കൂടിയാലോചനകളും എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നതാണ് മന്ത്രി വിശദീകരിക്കുന്ന കാര്യം. അരുൺ തുടരുന്നുണ്ട്. അരുൺ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മന്ത്രി ഈ ആക്ഷേപം നിരസിക്കുന്നു, തള്ളുന്നു. അതിനും അപ്പുറം ഈ ഗൂഢാലോചന ആരും നടത്തിയെങ്കിൽ അവർക്കെതിരെ അന്വേഷണം നടത്തുമെന്ന നിലപാടെടുക്കുമ്പോൾ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ഒരുപടി മുന്നിൽ വരാൻ, അങ്ങനെയാണോ മന്ത്രിയുടെ ഒരു ലൈൻ നമുക്ക് കാണാൻ കഴിയുക? വരുമ്പോൾ അതിൽ പ്രതിരോധമല്ല ആക്രമണം എന്ന ഒരു തന്ത്രമാണ് എം പി രാജേഷ് എക്സൈസ് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നതിനൊപ്പം പ്രതിപക്ഷത്തെ വെല്ലുവിളിക്ക് കൂടിയാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ചെയ്യുന്നത്. നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണല്ലോ, അവിടെ ചർച്ചയാകാം, അവിടെ കാണാം എന്ന വെല്ലുവിളിയാണ് മന്ത്രി എം പി രാജേഷ് നടത്തുന്നത്. അതായത് സർക്കാർ ഒരുപക്ഷെ ഇത് പ്രതീക്ഷ തന്നെയാണ് നിന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരമൊരു ആരോപണം സർക്കാരും പ്രതീക്ഷിച്ചു നിന്നു. അതുകൊണ്ട് തന്നെ ആരോപണത്തെ നേരിടുമെന്നാണ് മന്ത്രി പറയുന്നത്. അതേസമയം KPCC അധ്യക്ഷൻ കെ സുധാകരൻ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ആ രാജിക്കില്ല എന്ന് പറയാതെ പറയുകയാണ് എം പി രാജേഷ് ചെയ്യുന്നത്. രാജിയല്ല, പകരം ഈ ആരോപണങ്ങളിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താനാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തെ ഈ ആരോപണത്തെ വെല്ലുവിളിക്കുകയാണ് സർക്കാർ. എക്സൈസ് മന്ത്രി എം പി രാജേഷ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് മാധ്യമങ്ങളെ കാണില്ല. KPCC ആസ്ഥാനത്ത് അദ്ദേഹം താമസിക്കുന്ന ഈ ഹോട്ടലിൽ നിന്ന് മാധ്യമങ്ങളെ കാണില്ല. KPCC ആസ്ഥാനത്ത് കാണുമെന്നാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരുപക്ഷെ അതിന്റെ വാർത്താ സമ്മേളനം റദ്ദാക്കിക്കാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കില്ല, പകരം വാർത്താക്കുറിപ്പിലൂടെ ഈ പ്രശ്നത്തിന് മറുപടി പറഞ്ഞു പോയാൽ മതി, തൽക്കാലത്തേക്ക് തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അരുൺ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന ചോദ്യത്തിന് മന്ത്രി ആക്ഷേപം തള്ളുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇത് പ്രതിപക്ഷവുമായി ചേർന്നുള്ള ഒരു ഗൂഢാലോചന എന്ന തരത്തിലേക്കാണോ സർക്കാരും ഇടതുമുന്നണിയും എടുക്കുന്ന രാഷ്ട്രീയ നിലപാട്? അതിന്റെ സൂചനകൾ ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ. അത്തരം ആരോപണങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ബാർക്കോഴ ആരോപണത്തിലും ബാർക്കോഴ ആരോപണത്തിന്റെ എപ്പിസോഡ് 1 അന്നത്തെ സർക്കാരിനെതിരെ, UDF സർക്കാരിനെതിരെ, ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉയർന്ന ആരോപണത്തിലും ബാർ ഉടമകൾ രണ്ട് തട്ടിലായിരുന്നു. അങ്ങനെയാണ് ആരോപണം വന്നത്. അന്ന് അത് സമർത്ഥമായതിനെ ഉപയോഗിക്കാൻ അന്നത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. ഇപ്പോഴും സമാനമായ സാഹചര്യമാണ്. ഇപ്പോൾ സുനിൽകുമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ബാർ ഉടമകൾക്കിടയിൽ വ്യക്തമായ ഒരു ഭിന്നാഭിപ്രായമുണ്ട്, റിഫ്റ്റുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ആരോപണം അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും മറുപക്ഷത്തെ സർക്കാരിനൊപ്പം ഒരു വിഭാഗം അണിനിരക്കുന്നു. അന്നും അത് തന്നെ സംഭവിച്ചത്. ഒരുപക്ഷെ കഴിഞ്ഞ ബാർക്കോഴ ആരോപണത്തിന്റെ തനിയാവർത്തനമായി ഇതിന് തുടക്കത്തിലെങ്കിലും ഇത് മാറുന്നു. എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന് അന്നത്തെ പ്രതിപക്ഷത്തിന് കഴിയുമെന്നതിനനുസരിച്ചിരിക്കും ഈ ആരോപണത്തിന്റെ മുന്നോട്ട് പോക്ക്. എങ്ങനെ പ്രതിപക്ഷം ഇത് രാഷ്ട്രീയം ഉപയോഗിക്കും? അവർക്ക് മുന്നിൽ അവസരങ്ങൾ ഏറെയാണ്. കാരണം ഈ ഒരു ആരോപണം വന്നത് വെറുതെ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ആരോപണമല്ല. ബാർക്കോഴ
എക്സൈസ് നയം സർക്കാർ ചർച്ച ചെയ്യുന്ന വേളയിലാണ് അവിടെ മന്ത്രി എം പി രാജ് പറഞ്ഞത് തെറ്റുണ്ട്. അദ്ദേഹം പറഞ്ഞത് എക്സൈസ് നയം സർക്കാർ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അത് ആ രീതിയിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സർക്കാർ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത മാസം 10-11 തീയതികളിൽ ഈ ബാർ ഉടമകളുമായും സർക്കാർ ചർച്ചയ്ക്ക് തീയതി കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എം പി രാജ് പറഞ്ഞതിൽ ആ ഒരു ആരോപണത്തിൽ നമുക്ക് ആ രീതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എക്സൈസ് നയത്തിന്റെ ചർച്ച സർക്കാർ തലത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. സെക്രട്ടറി ചർച്ച 2 റൗണ്ട് പൂർത്തിയായി. ചീഫ് സെക്രട്ടറി ചർച്ചയും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മദ്യനയം ചർച്ച തുടങ്ങിയെന്ന വസ്തുതയാണ്. അവിടെ ഈ ആരോപണം കത്താൻ അല്ലെങ്കിൽ ആരോപണം ശക്തമായി വരാൻ തക്ക സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. പ്രതിപക്ഷം അത് എങ്ങനെ ഉപയോഗിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. സർക്കാർ എങ്ങനെ അരുൺ സൂചിപ്പിച്ചതാണ് പ്രതിപക്ഷം എങ്ങനെ കണ്ടറിയും. ഡാൻ, ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ആക്ഷേപം കേട്ടതാണ് ബാർ ഉടമകളുമായി സർക്കാർ ഒത്തുകളിക്കുന്നു, അടച്ചിട്ട ബാറുകൾ തുറന്നെടുക്കാൻ പണപ്പിരിവ് നടത്തി പണം വാങ്ങി അങ്ങനെ ഒത്തുകളി നടത്തിയെന്ന ആക്ഷേപം തുടക്കത്തിലുണ്ട്. വീണ്ടും ഈ ആക്ഷേപം ഉയരുന്നത് മദ്യനയത്തിന്റെ പ്രഖ്യാപനം വരുന്ന മാസം ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നത്. നമുക്ക് മുന്നിലുള്ള രാഷ്ട്രീയ സാഹചര്യം 10-ാം തീയതി ജൂൺ 10-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നു. ഇതിനിടയിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. സർക്കാർ വേഗത്തിൽ ഒരു പ്രതിരോധവും പ്രത്യാക്രമണവും തീർക്കുമ്പോൾ ഇക്കാര്യങ്ങൾ മുന്നിൽ കണ്ടിരുന്നു എന്ന് വേണം സർക്കാരിനും കാണാൻ. എന്താണ് പ്രതിപക്ഷത്തിന്റെ നീക്കം? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്പസമയത്തിനുള്ളിൽ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. പ്രതിപക്ഷം ഈ ആക്ഷേപങ്ങളെ, ആരോപണങ്ങളെ എങ്ങനെ ഏറ്റെടുക്കും, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? സജിത്ത്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ബാർ നയവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഉയർന്നു വന്ന വിവാദങ്ങളുടെ കുടപിടിച്ച് തന്നെയായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളെയും പ്രതിപക്ഷം ഉപയോഗിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത്തരത്തിൽ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്ന് അല്പസമയം മുമ്പ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കുമ്പോഴും ചർച്ചകൾ ഏതെങ്കിലും തരത്തിൽ അനൌദ്യോഗികമായെങ്കിലും നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ബാറുടമകൾ തന്നെ പുറത്തുവിട്ടാൽ അത് വീണ്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയായി തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഏതാനും ആഴ്ചകൾ മാത്രമാണ് നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ബാക്കിയാകുന്നത്. അതിന് മുന്നോടിയായി ഇത്തരത്തിൽ ഒരു ശബ്ദരേഖ പുറത്തുവരികയും അതിന് ചുവടുപിടിച്ച് എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് സ്വാഭാവികമായ നടപടിയായി മാത്രമാണ് മന്ത്രി എം പി രാജേഷ് കാണുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് അത്തരമൊരു കാര്യം ഉന്നയിക്കാൻ പ്രതിപക്ഷം വൈകിയത് എന്ന് മാത്രമാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തോട് അല്പസമയം മുമ്പ് പ്രതികരിക്കുകയും ചെയ്തത്. സ്വാഭാവികമായി നിയമസഭയിൽ ഇത് വലിയ തരത്തിൽ കാരണം ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ ഈ സർക്കാർ UDF സർക്കാരിനെ മറിച്ചിടുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് അന്ന് ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളും ആരോപണങ്ങളുമായിരുന്നു. സ്വാഭാവികമായി അതേ വടി തന്നെ തിരിച്ച് സർക്കാരിനെതിരെ അടിക്കാൻ ലഭിച്ചിരിക്കുന്ന അവസരമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് മുമ്പിൽ. അവർ അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണണം. KPCC അധ്യക്ഷൻ വാർത്താക്കുറിപ്പിലൂടെ തന്നെ എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന കാര്യം അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. 11 മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയുമാണ്. എന്തായാലും പ്രതിപക്ഷം അത് കൃത്യമായി രാഷ്ട്രീയ പ്രചാരണായുധമാക്കി മാറ്റാനുള്ള നീക്കം തന്നെ നടത്തും. മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ അദ്ദേഹം ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു നിലപാടും അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കുമോ എന്നതാണ് ഇനി ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണാനിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ നീക്കവും ആ തരത്തിൽ പ്രധാനപ്പെട്ടതാണ്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഒരു കാര്യം കൂടി, മന്ത്രി വിശദീകരിക്കുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും, പക്ഷേ അത് മാത്രം മതിയാകുമോ? ഇടതുമുന്നണി നേതൃത്വം, പ്രത്യേകിച്ച് CPM നേതൃത്വം ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നടത്തേണ്ടി വരുമോ? CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇപ്പോഴത്തെ ഈ വിവാദം മുഖ്യ ചർച്ചയാവുന്നുണ്ടാവാം. അങ്ങനെയെങ്കിൽ CPMന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? കാരണം ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണമൊക്കെ ഉന്നയിക്കേണ്ടത് ഒരു പക്ഷേ CPM നേതൃത്വമായിരിക്കുമല്ലോ. തീർച്ചയായും മന്ത്രി എം പി രാജേഷ് ഈ വിവാദത്തിൽ മറുപടി പറഞ്ഞത് തന്നെ CPM നേതൃത്വ നിർദ്ദേശപ്രകാരമായിരിക്കണം. സംസ്ഥാന സെക്രട്ടറി ചേരുമ്പോഴാണ് അദ്ദേഹം, നേരത്തെ രാവിലെ മന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ ഈ വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കാനുള്ള തീരുമാനം വന്നിരുന്നില്ല. അതിനുശേഷം ഒരുപക്ഷെ CPM നേതൃത്വം കൂടി പറഞ്ഞു തന്നെയാകും അദ്ദേഹം കാര്യം വിശദീകരിച്ചത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സ്വാഭാവികമായി ഈ വിഷയം ചർച്ചയ്ക്ക് വരും. സാധാരണഗതിയിൽ വെള്ളിയാഴ്ചകളിലെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണാറുണ്ട്. ആ വാർത്താ സമ്മേളനം ഇന്നുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ അതിന് പൊതുപരിപാടിയും തിരുവനന്തപുരത്ത് ഇന്നുണ്ട്. സ്വാഭാവികമായും CPMന്റെ
പ്രതികരണം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആ രീതിയിൽ മറുപടി പറഞ്ഞു പോകേണ്ട വിഷയം തന്നെയാണത്. അതീവ ഗുരുതരമായ ആരോപണമാണ്. സർക്കാരിനെതിരെ നേരിട്ട് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും സർക്കാരിനെ ലക്ഷ്യമിട്ട് ഉണ്ടായിട്ടുള്ളത്. അവിടെ കൃത്യമായ സാഹചര്യവും അത്തരം വിവാദം അല്ലെങ്കിൽ ആരോപണം ഉയരാൻ തക്ക ഇടയായ സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. അബ്കാരി നയം, എക്സൈസ് നയം സർക്കാരിന്റെ ചർച്ചയിലാണ്, പരിഗണനയിലാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരം ഒരു ആരോപണം വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം വളരെ വലുതാണ്. മന്ത്രിയുടെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. മന്ത്രി ഇതിനെ തള്ളിക്കളഞ്ഞ് വെല്ലുവിളിക്കുമ്പോഴും അവിടം കൊണ്ട് തീരില്ല. CPM സെക്രട്ടേറിയറ്റിന്റെ CPMന്റെ നേതൃത്വത്തിന്റെ പ്രതികരണം വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇടതുമുന്നണി നേതൃത്വത്തിന്റെ വിശദീകരണം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം മദ്യനയം എപ്പോഴും രാഷ്ട്രീയ തീരുമാനമാണ്, തീരുമാനമാണ്. ആ നയതീരുമാനം എടുക്കേണ്ടത് ഇടതുമുന്നണിയാണ്, അത് നടപ്പാക്കേണ്ടത് സർക്കാരുമാണ്. അതുകൊണ്ട് തന്നെ മുന്നണി നേതൃത്വത്തിന്റെയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും ഒക്കെ പ്രതികരണം ഈ വിഷയത്തിൽ വളരെ നിർണായകവും പ്രധാനവുമാണ്. യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സർക്കാർ വളരെ വേഗത്തിൽ പ്രതിരോധവും പ്രത്യാക്രമണവും ഈ വിഷയത്തിൽ നടത്തുമ്പോൾ ഇതിന്റെ രാഷ്ട്രീയ മൂർച്ഛ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിരോധം, ഒരു നീക്കം അത് തന്നെയാണ് സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതും. അതേസമയം മറുചേരിയും ആയുധങ്ങൾ മൂർച്ഛ കൂട്ടുകയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷം ഈ പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നിലവിൽ വന്നതിന് ശേഷം ഇതിന് സമാനമായ ഒരു അഴിമതി ആരോപണം മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അഴിമതി ആക്ഷേപങ്ങൾക്ക് വലിയ രാഷ്ട്രീയ സാധ്യതയുണ്ട്. ആ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നീക്കം മറുചേരിയിലും പ്രതിപക്ഷം ഉയർത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നത്തെ പ്രഭാതം ബാർക്കോഴ ആരോപണം അത് വീണ്ടും ഉയരുമ്പോൾ അതാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ആക്ഷേപത്തിന് ഇടവച്ചത് ഇടുക്കിയിലെ ബാർ ഉടമ സംഘടനാ നേതാവിന്റെ വാക്കുകളാണ്. 2.5 ലക്ഷം രൂപ ഓരോ ബാർ ഉടമകളും സംഭാവന നൽകണം, സർക്കാരിന് നൽകാനുള്ള കോഴപ്പണമാണ് ഇത് എന്ന ആക്ഷേപമാണ് അദ്ദേഹത്തിന്റെ ശബ്ദരേഖയിലുള്ളത്. നമുക്ക് ആ ശബ്ദരേഖ പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് റിനൈസൻസ് ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ പലരും കൊടുക്കാം, ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും, അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണതെല്ലാം വെറുതെ ഫേക്കായിട്ടുള്ള വാർത്തയാണ്. ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നിങ്ങളുടെ ആരുടെ ഒരു 10 പൈസയും പോകണമെന്നല്ല, അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിൻ്റെ ബോധിപ്പിക്കപ്പെടുന്നതുമാണ്. പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ടും പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയുള്ളവരുടെ കൂടി ആ രീതിയിൽ പോവുക. ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ. പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം, നല്ലതായിരിക്കും.